നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 11 ദിവസമായി അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ ഭാഗമല്ല ഇസ്രയേൽ ഇപ്പോൾ. എന്നാൽ യുദ്ധം ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് ഇസ്രയേൽ തന്നെയെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണങ്ങൾക്കും വേണ്ട രഹസ്യ സന്ദേശങ്ങൾ നൽകുന്നത് ഇസ്രയേലിൽ നിന്ന്. ഏറ്റവും ഒടുവിൽ പിക്കാക്സ് മലനിരകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആണവ സെൻട്രിഫ്യൂജലിനെ കുറിച്ചുള്ള വിവരങ്ങളും അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഇസ്രയേൽ. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിലും വിജയം കൊയ്തെടുത്തിരിക്കുന്നത് ഇസ്രയേൽ. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ സേന പിൻവാങ്ങുമ്പോൾ ലെബനീസ് ആർമിയെ അവിടെ വിന്യസിക്കുകയും അവർക്ക് അമേരിക്ക സേനാശക്തി നൽകുകയും ചെയ്യുമെന്ന വാഗ്ദാനമാണ് ട്രംപ് ലെബനൻ പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തലത്തിൽ ലെബനീസ് ആർമി ഹിസ്ബുള്ളയെ നേരിടുന്നതിൽ വീഴ്ച വരുത്തിയാൽ അപ്പോൾ ഇസ്രയേലിനും ഇടപെടാം. ദീർഘകാലമായി ലെബനനുമായി ശത്രുതയിലായിരുന്ന ഇസ്രയേൽ ഇനി തങ്ങളുടെ ശത്രുരാജ്യമല്ല എന്ന് ലെബനീസ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ പ്രോക്സികൾക്കെതിരെ വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസ മുനമ്പിലെ ഹമാസ് നിലംപൊത്തി. ഇപ്പോഴിതാ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമൊരുക്കി. ലെബനൻ മണ്ണിൽ ഇപ്പോഴും നിരവധി ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രയേൽ ഇനി ആ ദൗത്യം ലെബനീസ് സേനയെ ഏൽപ്പിക്കും. സുപ്രധാനമായ ഹോർമുസ് ജലപാതയുടെ നിയന്ത്രണത്തിനാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇനി ഇറാന് മുന്നിൽ 3 വഴികളാണുള്ളത് എന്ന് യുദ്ധരംഗത്തെ വിദഗ്ധർ പറയുന്നു. വിജയത്തിലേക്കുള്ള വ്യക്തമായ വഴി അവർക്ക് മുന്നിലില്ല. അമേരിക്കൻ ആക്രമണങ്ങൾ 11ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ആക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടപ്പോൾ ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. അടിയന്തരമായി ഒരു വെടിനിർത്തലാണ് ഇറാന്റെ ലക്ഷ്യം. എന്നാൽ ഈ വെടിനിർത്തലുകൾ ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് ഇറാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതിശക്തമായ ആക്രമണത്തിന് ശേഷം പലപ്പോഴും ഒരു സമാധാന കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടും. തങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങളും സംവിധാനങ്ങളും എത്തിക്കാനുള്ള ഒരു ഉപാധിയായി ട്രംപ് ഇതിനെ കണ്ടു. തുടർച്ചയായ സമാധാന കരാറുകൾ, വീണ്ടും തുടരുന്ന ആക്രമണങ്ങൾ. ഈ തന്ത്രം മനസ്സിലാക്കി ഇറാൻ ഇപ്പോൾ അതിശക്തമായി അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടി തുടരുകയാണ്. ഏറെ നാൾ ഈ തിരിച്ചടിയുമായി പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി 3 സാധ്യതകളാണ് ഇറാന് മുന്നിലുള്ളത്. ഇതിൽ ആദ്യത്തെ സാധ്യത വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്ന പലതും അംഗീകരിക്കുക എന്നുള്ളത് മാത്രം. വാണിജ്യ കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിലൂടെ സ്വതന്ത്രവും സുരക്ഷിതവുമായി കടന്നുപോകൽ ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ട്രംപിന്റെ മോഹങ്ങൾ അതിലും അപ്പുറമാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം ഉപേക്ഷിക്കുകയോ നേർമപ്പെടുത്തുകയോ ചെയ്യുക എന്ന പോംവഴി സ്വീകരിക്കേണ്ടി വരാൻ നിർബന്ധിതരാകും ഇറാൻ. ആഗോള ആണവ നിരീക്ഷണ ഏജൻസിയുടെ നുഴഞ്ഞുകയറ്റ പരിശോധനകൾ അംഗീകരിക്കുകയാണ് ഇറാന് മുന്നിലുള്ള പോംവഴി. ഒരുപക്ഷെ ഇതിന് പകരമായി ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറായേക്കും. അല്ലെങ്കിൽ ഉപരോധങ്ങളിൽ വലിയ ഇളവ് നൽകും. കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാന് സംരക്ഷണം നേടാൻ ഇത് മാത്രമേ ഒരു പോംവഴിയായി അവർക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. ഇറാൻ അധികൃതർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഓപ്ഷനാണിത്. എന്നാൽ രാഷ്ട്രീയമായി അവർക്കേറെ ചെലവേറിയതും. ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തെ ഒരുപക്ഷെ ഒരു വിപ്ലവത്തിലൂടെ പുറത്താക്കാൻ ചില ശക്തികൾ ശ്രമിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് IRGC അവസാന ശ്വാസം വരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ചത്. ജലപാത കൈകാര്യം ചെയ്യുന്നതിൽ ഇറാന്റെ അംഗീകൃത പങ്ക് ഉറപ്പാക്കാതെ ഹോർമുസ് വീണ്ടും തുറക്കുന്നത് ടെഹ്റാനിലെ ചിലർ പുതുതായി കണ്ടെത്തിയ ഒരു പ്രതിരോധ രീതിയാണ്. ഇതൊരു സമ്പൂർണ്ണ കീഴടങ്ങലിന് വഴിയൊരുക്കുമെന്നാണ് ഇക്കൂട്ടരുടെ വാദം. ഇറാന്റെ മിസൈലുകൾ, പ്രാദേശിക പ്രോക്സികൾ അല്ലെങ്കിൽ അതിൻ്റെ ആണവ പദ്ധതി എന്നിവയേക്കാൾ കൂടുതൽ ഫലപ്രദമാണ് ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ നിയന്ത്രണം. അതുകൊണ്ട് തന്നെയാണ് ജീവൻ പണയം വെച്ചും ഇപ്പോഴും ആ മേഖലയുടെ നിയന്ത്രണത്തിന് വേണ്ടി IRGC പൊരുതുന്നത്. തങ്ങളുടെ ഈ പ്രതിരോധത്തിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉടനടി ചില ചലനങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. ഇതോടെ അന്താരാഷ്ട്ര സമൂഹം അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ഇറാനെ ആണവ പദ്ധതികളിൽ നിന്ന് നിർബന്ധിച്ചൊഴിവാക്കുക അത്ര എളുപ്പമല്ല എന്ന് ട്രംപിന് മനസ്സിലായി. ഇതോടെയാണ് ദീർഘയുദ്ധത്തിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തിച്ചേർന്നത്.
ഇറാന്റെ മിസൈൽ പദ്ധതി, ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖി ഷിയ ഗ്രൂപ്പുകൾ, യമനിലെ ഹൂതികൾ എന്നിവരുമായുള്ള ബന്ധം, ഇതൊക്കെയാണ് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധയോടെ അമേരിക്കയും ഇസ്രയേലും നോക്കിക്കാണുന്നത്. മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷവും ഇപ്പോഴും പ്രതിരോധം സൃഷ്ടിക്കാനും പ്രത്യാക്രമണങ്ങൾ നടത്താനും ഇറാന് ശക്തിയുണ്ട് എന്ന് ലോകം മനസ്സിലാക്കുന്നു. മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം ആണവ പ്രവർത്തനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യങ്ങൾക്ക് ഇറാൻ വഴങ്ങുന്നത് അമേരിക്കൻ സൈനിക സമ്മർദ്ദം ഫലിച്ചു എന്ന് വാദിക്കാൻ ഇറാനിലെ തീവ്രവാദികൾക്ക് അവസരം തുറന്നിടും. അതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് വരാൻ രാഷ്ട്രീയമായി ഇറാന് കഴിയുന്നില്ല. എന്നാൽ രണ്ടാമതൊരു ഓപ്ഷൻ അവർക്ക് മുന്നിലുണ്ട്. സംഘർഷം രൂക്ഷമാക്കുക എന്നതാണ് ഇറാന് മുന്നിലെ പോംവഴി. മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ, ഷിപ്പിംഗ്, ഗൾഫ് അറബ് രാജ്യങ്ങളിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരായ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തുക. ഉയർന്ന ഊർജ്ജവിലയും വ്യാപകമായ തടസ്സങ്ങളും വാഷിംഗ്ടനെയും സഖ്യകക്ഷികളെയും വിട്ടുവീഴ്ച ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നവർ കരുതുന്നു. എന്നാൽ ഏറ്റവും വലിയ അപകട സാധ്യതയുള്ള ഒരു സൈനിക നീക്കമാണിത്. വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്കോ ഗൾഫ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആക്രമണങ്ങൾക്കോ ഇത് കാരണമാകും. ഇറാന്റെ അയൽക്കാർ നേരിട്ട് സംഘർഷത്തിലേക്ക് കടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. വിശാലമായ ഒരു സഖ്യത്തെ നേരിടാൻ ഇറാന് ത്രാണിയുണ്ടാകില്ല. ഇവിടെയാണ് മൂന്നാമത് ഓപ്ഷൻ വിദഗ്ധർ ചർച്ച ചെയ്യുന്നത്. നിലവിലെ അസ്ഥിരത നിലനിർത്തുക. അമേരിക്കയുമായി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാതെ ലിവറേജ് നിലനിർത്താൻ ഷിപ്പിംഗ്, ഊർജ്ജ വിപണികളിൽ ശക്തമായ സംഘർഷ സാധ്യതയും സമ്മർദ്ദവും ചെലുത്തുക. ശത്രുവിന് പോരാടാൻ കഴിയുന്ന കാലയളവിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയുമെങ്കിൽ ഇറാന് ശക്തനായ ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ടതില്ല. ശത്രു സ്വയം ഒഴിഞ്ഞുപോകും. ഇതാണിപ്പോൾ ഇറാൻ പയറ്റുന്ന തന്ത്രം. ഇറാന്റെ അതിജീവനം തന്നെ വലിയൊരു വിജയമായി രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ലോകത്തിന് മുന്നിലും ഇത്തരമൊരു പദ്ധതി അവതരിപ്പിക്കലാണ് ഇറാന്റെ മറ്റൊരു കണക്കുകൂട്ടൽ. എന്നാൽ ഉപരോധങ്ങൾ, യുദ്ധം മൂലമുള്ള നാശനഷ്ടങ്ങൾ, പണപ്പെരുപ്പം എന്നിവ ഇറാനെ മുച്ചൂടും മുടിച്ചു കളയും. ഇറാൻ ഹോർമസ് കടലിടുക്ക് ഒരു ആയുധമായി എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടോ ആ രാജ്യങ്ങൾ ഈ മേഖലയ്ക്ക് പുറത്തേക്ക് ഊർജ്ജവും മറ്റു സാധനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തിയാൽ ഇറാന്റെ അത്തരമൊരു പ്രതിരോധവും ചീറ്റും. ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാഖ് ഇത്തരം വൈരുദ്ധ്യങ്ങൾ അംഗീകരിക്കുന്നു. ഹോർമസിന്റെ മൂല്യം ആ റൂട്ടിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ നീക്കം ശക്തിപ്പെടുന്നതാണ് എന്ന് ബാലിഹാബ് മനസ്സിലാക്കിയിരിക്കുന്നു. സ്ഥിരമായി സുരക്ഷയില്ലാത്ത ഒരു ജലപാതയാണ് ഹോർമുസെങ്കിൽ ഇറാനെ ചുറ്റിയുള്ള വഴികൾ കണ്ടെത്താൻ ലോകത്തെ പ്രേരിപ്പിക്കും. എന്നാൽ പല നിർണായക തീരുമാനങ്ങളും കൈക്കൊള്ളാൻ ഇറാൻ അധികൃതർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഇറാന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ ചുറ്റിപ്പറ്റി നിരവധി സങ്കീർണതകളുണ്ട്. ഫെബ്രുവരിയിൽ ഇറാനെതിരെ US, ഇസ്രയേൽ സംയുക്ത ആക്രമണം തുടങ്ങി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നു. പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും പുരോഹിത സ്ഥാപനങ്ങളും വിപ്ലവ ഗാർഡുകളും തമ്മിൽ വലിയ തർക്കങ്ങൾ പ്രത്യക്ഷമായി. പലപ്പോഴും രാജ്യത്തെ ശക്തിമണ്ഡലങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് അലി ഖമനേയിയാണ്. എന്നാൽ ഖമനേയിയുടെ മരണത്തോടെ രാജ്യത്ത് വിരുദ്ധ ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെട്ടു. ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയിയുടെ ഇപ്പോഴത്തെ അവസ്ഥയോ ആരോഗ്യപരമായ കാര്യങ്ങളോ ലോകത്തിന് വ്യക്തതയുമില്ല. സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കാനും സ്ഥിരത പുനഃസ്ഥാപിക്കാനും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അദ്ദേഹത്തിൻ്റെ നയതന്ത്രജ്ഞരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു ഒത്തുതീർപ്പിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പാർലമെന്റിലും തെരഞ്ഞെടുക്കപ്പെടാത്ത ശക്തരായ സ്ഥാപനങ്ങൾ നയിക്കുന്നവരും ഇത്തരം നീക്കങ്ങളെ എതിർക്കുന്നു. അമേരിക്കയുമായി നടത്തുന്ന വിട്ടുവീഴ്ചകൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയെ തകർക്കുമെന്നാണ് ഇക്കൂട്ടരുടെ വാദം. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഭരണ നേതൃത്വത്തിന് എത്രത്തോളം ഇടപെടലുകളുണ്ട് എന്ന് വ്യക്തമല്ല. ഇറാന്റെ മിസൈൽ പരിപാടികൾ, പ്രാദേശിക സഖ്യങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ തന്ത്രം എന്നിവയുടെ ഏകോപനം എത്രത്തോളം ഇറാനിലുണ്ട് എന്നതിലും വ്യക്തതയില്ല. പ്രായോഗികവാദികൾ ഒരു കരാറിനെ അനുകൂലിക്കുന്നു. എന്നാൽ തീവ്രവാദികൾ, പ്രത്യേകിച്ച് കർക്കശക്കാർ, ഇത്തരമൊരു കരാറിനെ എതിർക്കുന്നു. അവസാന ശ്വാസം വരെ പോരാടി ശത്രുവിനെ തളർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ പുനരാരംഭിച്ചപ്പോൾ ജനങ്ങൾ ഭയചകിതരായി എന്ന് വ്യക്തമാണ്. അലി ഖമനേയിയുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടർച്ചയായിരുന്നു ഒടുവിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമുസ് കടലിടുക്കിൽ നടത്തിയ ചില ആക്രമണങ്ങൾ. രാജ്യത്തിനു മേൽ വിനാശകരമായ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഇറാനിയൻ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ട്.
തീവ്രവാദികളെ പലരും രഹസ്യമായി കുറ്റപ്പെടുത്തുന്നു. എന്തു സംഭവിക്കുമെന്നറിയാത്ത ഒരു ജനത. മറുവശത്ത് യുദ്ധം തുടങ്ങി വെച്ച ട്രംപിന് ഇത് വിജയിപ്പിച്ചു മാത്രമേ ഇനി മടക്കാൻ കഴിയൂ എന്ന അവസ്ഥ. ലെബനനിൽ ലെബനീസ് സേനയെ ഇറക്കി ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ പ്രതിരോധമൊരുക്കി ഇസ്രയേലിനെ കൂടി മുന്നണിയിലേക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കവും. ഇസ്രയേലെത്തിയാൽ കാര്യങ്ങൾ പെട്ടെന്ന് കീഴ്മേൽ മറിയുമെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.